നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ MLS ഷീൽഡ് നേടിയ ടീമാണ് ഇന്റർ മയാമി. പക്ഷേ MLS കപ്പിൽ എന്ത് സംഭവിച്ചു? പ്ലേ ഓഫിൽ കാലിടറി പുറത്തായി. ഇത്തവണ അത് സംഭവിക്കരുത്. കോച്ച് ഹാവിർ മഷ്റാനോക്ക് അത് നിർബന്ധമാണ്. ഇപ്പൊ നോക്കുക, ഇന്റർ മയാമി ഇന്ന് കളിക്കാനിറങ്ങുന്നു നാഷ്വിൽ FC-ക്കെതിരെ. ബെസ്റ്റ് ഓഫ് 3 പ്ലേ ഓഫിലെ രണ്ടാം മത്സരമാണ്. ആദ്യ മത്സരം 3-1 തകർപ്പൻ ജയം നേടിയതാണ്. ഇന്നുകൂടി വിജയിച്ചാൽ ബെസ്റ്റ് ഓഫ് 3-ലെ മൂന്നാമത്തെ മത്സരം വേണ്ട, ഇന്റർ മയാമിക്ക് മുന്നോട്ട് പോകാം. അതല്ല, ഇന്ന് കാലിടറിയാൽ പിന്നെ വളരെ നിർണായകമായ മൂന്നാം മത്സരത്തിലേക്ക് പോവേണ്ടി വരും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്നത്തെ മത്സരം വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. കോച്ചിനെ നന്നായിട്ടറിയാം, ഇത് ചെറിയ കളിയല്ല, നിർണായക പോരാട്ടമാണ് എന്ന് താരങ്ങൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഇന്നത്തെ പോരാട്ടം എന്ന് പറയുന്നത് നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെയാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് നാഷ്വിൽ FC-ക്കെതിരെ ഇന്റർ മയാമി കളിക്കുന്നത്. ഇന്റർ മയാമി ഫുൾ സ്ട്രെങ്ത്തിൽ ഇറങ്ങും എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങളൊക്കെ. കാരണം കോച്ച് മറ്റു തരത്തിലുള്ള ഒരു കാലിടറലുകളും അല്ലെങ്കിൽ ഒരു സ്ലിപ്പപ്പും ഇവിടെ സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് വിജയിക്കുക, മുന്നോട്ട് പോവുക, അത് മാത്രമാണ് ഹാവിർ മഷ്റാനോ ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ്, ശരിയാണ്, നാഷ്വിൽ FC-ക്കെതിരെ നമ്മൾ 2 കളികൾ ഇപ്പോൾ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് MLS-ലും പിന്നെ MLS കപ്പിൻ്റെ ആദ്യ പ്ലേ ഓഫ് മത്സരത്തിലും. ശരി, അത് പോസിറ്റീവ് തന്നെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ പല ഘട്ടങ്ങളിലും അവർ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കളിക്കിറങ്ങുമ്പോൾ കഴിഞ്ഞ കളിയിൽ കണ്ട പോലുള്ളൊരു നാഷ്വിൽ FC-യെ അല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എല്ലാ അർത്ഥത്തിലും അവർ ചെറുത്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ. വി ആർ നോട്ട് ഗോയിങ് ടു ഹാവ് ദി സെയിം ഗെയിം അഗെയിൻസ്റ്റ് നാഷ്വിൽ ആസ് വി ഹാഡ് ഹിയർ എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. അതായത് കഴിഞ്ഞ കളിയിൽ എന്ത് സംഭവിച്ചോ അതുപോലുള്ളൊരു മത്സരം പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു കടുത്ത പോരാട്ടം തന്നെ നടക്കുമെന്ന് ഉറപ്പുണ്ട് എന്നാണ് കോച്ച് പറഞ്ഞത്. അപ്പോൾ എതിരാളികളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ചെറുത്തുനിൽപ്പ് പ്രതീക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് തൻ്റെ താരങ്ങൾക്ക് അദ്ദേഹം നൽകിയാണ്. അതേസമയം ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഒക്കെ അടങ്ങുന്ന ഫുൾ സ്ട്രെങ്ത് ടീമും കൊണ്ടാണ് ഇന്റർ മയാമി ഇറങ്ങാൻ പോകുന്നത്. റോദ്രിഗോ ഡി ബോൾ കഴിഞ്ഞ വീക്കെൻഡിൽ ഈ MLS കപ്പിനൊക്കെ ഇടയ്ക്ക് നാട്ടിലേക്ക് പോയി, അതായത് അർജന്റീനയിലേക്ക് പോയി തൻ്റെ ഗേൾ ഫ്രണ്ട് നടത്തിയ കൺസേർട്ടിലൊക്കെ പങ്കെടുത്ത് തിരികെ വന്നിട്ട് അത് വലിയ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോച്ച് പറയുന്നത്, ആ ദിവസങ്ങളിൽ ഞാൻ താരങ്ങൾക്ക് ഓഫ് കൊടുത്തതാണ്. അപ്പോൾ ഓഫ് കൊടുത്ത സമയത്ത് താരങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുന്നത് തടയുന്ന തരത്തിലുള്ള കോച്ചല്ല ഞാൻ, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് എന്നാണ് ആ വിഷയത്തിലെ വിവാദം അവസാനിപ്പിച്ചുകൊണ്ട് മഷ്റാനോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ.